ഈ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അതുപോലെ തന്നെ എന്താ പറയുക, കരച്ചിലൊക്കെ വന്നൊരു നിമിഷമായിരുന്നു. റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ആ വീഡിയോ ആ തതക് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. മാഷാ അല്ലാ, ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഈ വോയിസുകൾ കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. അപ്പം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പാവപ്പെട്ട ഉമ്മമാർ അല്ലെങ്കിൽ അച്ഛന് അമ്മമാർ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്താക്കി ഇൻബോക്സിലേക്ക് മെസ്സേജ് വിടാം. ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കിയതിന് ശേഷം അവർ നമ്മളെ നാടിൻ്റെ പരിസരത്ത് നമ്മളെ ജില്ലയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ കൊടുക്കുക. അവരായിട്ട് ഡയറക്റ്റ് ഡീലിങ്സ്. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന ഒരു കഥാപാത്രം മാത്രമാണ്. അപ്പോൾ വോയിസ് നിങ്ങൾ കേട്ടോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സൈഫോ, എടാ, എന്നെ കിട്ടാനും വേണ്ടി ഞാൻ കുറേ നടന്നാണ്. എനിക്കെന്നെ മനസ്സിലായിനോ? ഞാൻ നമ്മളെ താഴത്ത് പാടത്ത് കച്ചവടം ചെയ്തിരുന്ന ഒരു തട്ടുകട ഇട്ട് കച്ചവടം ചെയ്യുന്ന സൈനാത്തേണ്. പേര് മറന്നു ഈ സൈനാത്തേണ്. അപ്പോൾ നമ്മളന്നൊരു വീഡിയോ ഇട്ടല്ലോ. പിന്നെ ഞാൻ എൻ്റെ അനിയനെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ്. പിന്നെ എന്നെ കിട്ടാൻ ഒരു മാർഗം കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം എനിക്ക് റഫീഖ് തന്ന നമ്പർ. ഇൻഷാ അല്ലാ ഞാൻ ഏത് നേരത്തും എപ്പോഴും എനിക്കും വേണ്ടിയിട്ട് ഞാൻ ദ്വാരക്കുന്നുണ്ട്. കാരണം എൻ്റെ ആ വീഡിയോ കാരണം എന്നെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത് ഒരു ടീമിനെ ഉംറക്ക് കൊണ്ടുപോയി. ഞാനിപ്പം കഴിഞ്ഞ ബുധനാഴ്ച തിരിച്ച് നാട്ടിലെത്തി. അതുകൊണ്ട് മോൻ എന്നാ നാട്ടിലേക്ക് വരിക വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വരണം, കാണണം. എനിക്ക് അത്രയും എങ്ങനെ ഞാൻ എന്നോട് എൻ്റെ നന്ദി പറയാൻ എനിക്കറിയില്ല. എൻ്റെ കാരണത്താലാണ് ഞാൻ അങ്ങനെ പോയത്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ കുട്ടികൾ എപ്പോഴും വന്ന് അന്നേ പറയുന്നുണ്ട്, ഉമ്മ മോനെ വിളിച്ച് വിവരം പറയുന്നു. അതുകൊണ്ട് ഇനിയും അതുപോലെ ഇനി പോകാനും വരാനും ഒക്കെ അല്ലേ ഭാഗ്യം കിട്ടട്ടെ. എന്നെ കൊണ്ടുപോയ ടീമിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്നാലും എന്നെ അങ്ങനെ കൊണ്ടുപോയി എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തന്ന് ഞാൻ നല്ല സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഒരിക്കലും ഞാൻ മറക്കൂല. മോന് എന്നാ വരുന്ന വെച്ചാൽ എൻ്റെ വീട്ടിൽ വരണം കേട്ടോ. കാര്യങ്ങൾ നടന്നല്ലോ, അതിലൊരുപാട് സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മളെ വിളിച്ചോളി. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാം.